ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPM-ന് ഒരു അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര അപജയം സംഭവിച്ച പാർട്ടിയാണ് തൻ്റെ പാർട്ടിയെന്ന് അദ്ദേഹം എന്തുകൊണ്ടോ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. CPM-നെ കുറിച്ച് എന്താണോ നമ്മൾ ആരോപിക്കുന്നത് ആ ആരോപണങ്ങളൊക്കെ ഏറ്റവും ശക്തമായിട്ട് പിന്നെ പറയാവുന്ന ഒരു, അതായത് എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ BJP-യുടെ ഒരു ജൂനിയർ പാർട്ണറായിട്ട് ഇപ്പോൾ CPM മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റും. ആ കോർപ്പറേറ്റിസത്തിനായിരുന്നാലും ശരി, അതുപോലെ തന്നെ വർഗീയതയുടെ വിനിയോഗത്തിലായിരുന്നാലും ശരി, അങ്ങനെ എല്ലാ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് എന്നെ പോലുള്ള ആളുകളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ CPM-നകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയം എന്ന് പറയുന്നത് BJP പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മണ്ണൊരുക്കും എന്നതിൻ്റെ ഒരു അപകടമാണ്. നമ്മളത് കാണാതിരുന്നൂടാന്ന് തോന്നുന്നു. പിന്നെ ഗോപീഷൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, CPM കൂടുതൽ എക്സ്പോസ്ഡ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 100% ശരിയാണെന്ന് CPM തന്നെ അംഗീകരിക്കുന്ന ചിത്രമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-നകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CPM-നകത്തുള്ള ആളുകൾ, അത് G സുധാകരനായിരുന്നാലും ശരി, അതുപോലെ തന്നെ നമ്മുടെ V കുഞ്ഞികൃഷ്ണനായിരുന്നാലും ശരി, അതുപോലെ തന്നെ ഈ കൊഴിഞ്ഞാമ്പാറയിലൊക്കെയുള്ള സഹാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായാലും ശരി, അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ DYFയുടെ ജില്ലാ പ്രസിഡന്റും പാർട്ടി ഏരിയ സെക്രട്ടറിയും ഒക്കെ പറയാണ് പാർട്ടിക്കകത്ത് ഈ ഒതുക്കൽ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയാണ്